ഉയർന്ന മരുന്ന് എന്ന സിനിമയിൽ സുശീലാമ്മ പാടിയൊരു പാട്ടുണ്ട്. അത് ഞാനിങ്ങനെ കേട്ട് തമിഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് മാസ്റ്റർ പുറകെ വന്ന് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, "എടാ, എന്തൊരു ഫീലാണിത്, എന്തൊരു പാട്ടാണ്, MS.V സമ്മതിക്കണം കേട്ടോ, ഇത്രയും മനോഹരം പാട്ട് അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടില്ല" എന്നും പറഞ്ഞിട്ട് മാസ്റ്റർ ഫോൺ ചെയ്യുന്നു. MS.V പാട്ട് അതിഗംഭീരമായിരിക്കുന്നു, എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്നു, അതിനൊരു അഭിനന്ദനം വിളിച്ച് പറയാനായിട്ടാണ് MS.V വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്വതവേ വാക്കുകൾക്ക് പിശുക്കനായ മാസ്റ്റർ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു 8 മണിക്ക് കോളിംഗ് ബെല്ല്. ഞാൻ സ്വീകരണ മുറിയിലെ വാതിൽ തുറന്ന് നോക്കി ഞെട്ടിപ്പോയി. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നതും ഇന്ത്യൻ ചലച്ചിത്രവേദിയുടെ അഭിമാനമായി MS വിശ്വനാഥൻ സാർ നിൽക്കുന്നത്. അത് ദേവരാജ മാസ്റ്ററിൻ്റെ വീട്ടിൽ. ഞാൻ ഒരു നിമിഷം സ്വപ്നത്തിലാണോ ആ സമനില വീണ്ടെടുക്കാൻ പ്രയാസപ്പെടുത്തി ഞാൻ തുറന്ന്, "സാർ ഇരിക്കണമെന്ന്" പറഞ്ഞിട്ട് സോഫയിലോട്ട് കൊണ്ടിരുത്തിച്ചു. "അണ്ണൻ എവിടെ?" ഞാൻ മാസ്റ്റർ ചെന്ന് വിളിക്കുന്നു. മാസ്റ്റർ ഉടനെ തന്നെ പുറത്തേക്ക് വന്ന് രണ്ടുപേരും തൊഴുതു. എന്നിട്ട് പറഞ്ഞു, "MS.V, എനിക്ക് ഇന്നലെ രാത്രി ആ പാട്ട് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അത് തന്നെയാണ് അണ്ണാ എനിക്കും നിങ്ങൾ പറഞ്ഞ അഭിപ്രായം കേട്ട് എനിക്ക് ഉറക്കമേ വന്നില്ല. എത്രയും പെട്ടെന്ന് അണ്ണനെ വന്ന് കാണണം, അണ്ണനെ നമസ്കരിക്കണം. ഇത്രയും വലിയൊരു ബഹുമതി എനിക്ക് തന്നതിൽ അവാർഡുകളേക്കാൾ വലിയ ബഹുമതിയാണിത്. അല്ല, MS.V ചെയ്ത മ്യൂസിക് എനിക്കാണ് സന്തോഷം പകർന്നത്. അല്ല, എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വന്നു, എല്ലാം നിങ്ങൾ പോട്ട പിച്ചൈ." അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. പിച്ചൈ എന്ന് തമിഴിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ മാസ്റ്റർ പറഞ്ഞത്, പിച്ചൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിക്ഷ, ഒരു അനുഗ്രഹമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ പ്രശംസയും നമ്മുടെ അഭിനന്ദനമാണ്, അല്ല അനുഗ്രഹമാണ് അവരെ വളർത്തുന്നത്. എല്ലാം നിങ്ങളിട്ട് തന്ന അനുഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടും കൈ ചേർത്ത് പിടിച്ച് രണ്ടുപേരെ കണ്ണിൽ സൗഹൃദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും നിറകണ്ണുകൾ കണ്ടു.